രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ കേസിൽ FIR ഇപ്പോൾ ഇട്ടിരിക്കുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ലൈംഗിക പീഡനത്തിന് വീണ്ടും ബംഗളൂരു സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് FIR. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കേസിൽ പ്രതി. വിനോദുണ്ട്. വിനോദ്, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ രണ്ടാമത്തെ കേസിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഈ കേസിലെ പ്രതി. ക്രൈംബ്രാഞ്ചാണ് കഴിഞ്ഞ ദിവസം FIR ഇട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി തന്നെ വെളിപ്പെടുത്തിയത് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു എന്ന കാര്യമാണ്. KPCCക്കും AICCക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. ആ പരാതി കഴിഞ്ഞ ദിവസം KPCC നേതൃത്വം KPCC പ്രസിഡന്റ് തന്നെ DGPക്ക് കൈമാറുകയും DGP അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. യുവതിയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് FIRലും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ്. പീഡനം എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന പേരിൽ തന്നെ കൊണ്ടുപോവുകയായിരുന്നു. ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ഫെനി നയനാൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നും ഈ FIRൽ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ആ കെട്ടിടത്തിലേക്ക് കയറ്റുകയും അവിടെ വെച്ച് ബലമായി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഈ സമയത്ത് പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്ന കാര്യം കൂടി ഈ FIRൽ വ്യക്തമാക്കുന്നു. അതായത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് FIRൽ രജിസ്റ്റർ ചെയ്യുന്നത്. മാത്രമല്ല, ഈ FIRൻ്റെ ഒരു പ്രത്യേകത എന്നത് ഇന്ന് വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം കേൾക്കുകയാണ്. പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി കോടതി ആരാഞ്ഞിരുന്നു. അതിന് പുറമെ ഈ FIR കൂടി ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം നൽകും എന്ന കാര്യം വ്യക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്ന വാദം കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ആ വാദത്തിന് ബലം നൽകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ പരാതി കൂടി. അതായത് ഈ പരാതിക്കാരി അത് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വം തന്നെ പറഞ്ഞത്, KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇതിന് ഊരും പേരുമില്ല, ആരാണെന്ന് വ്യക്തമല്ല, എങ്കിൽ തന്നെയും പരാതി കൈമാറിയെന്നതാണ്. അങ്ങനെ ഇല്ലാത്ത ഒരാളല്ല, അങ്ങനെ ഉള്ള ഒരാൾ തന്നെയാണ്. 2023 ഈ പീഡനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആ കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ഇങ്ങനെ ലൈംഗിക പീഡനത്തിനിരയായത്. വിവാഹ വാഗ്ദാനം നൽകി എന്നത് മാത്രമല്ല, അത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുപോവുകയും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട സ്ഥലത്തെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി അവിടെ കായികമായി തന്നെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ്. ആ സമയത്ത് ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ FIRലും വ്യക്തമാക്കുന്നു. ഇന്ന് കോടതി മുമ്പാകെ ഈ FIR വരുമെന്ന കാര്യം ഉറപ്പാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. BB വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത